ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടുവരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. സുവിശേഷം അതിവേഗം അനേകരിലേക്ക് എത്തിക്കുവാനുള്ള വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് VOC ചാനലും PPC മിഷനും ഒക്കെ പ്രവർത്തിക്കുന്നത്. പ്രാരംഭത്തിൽ നാം കേട്ടു എന്താണ് നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം എന്നുള്ളത്. ആ ദൗത്യം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്നുള്ളത് വളരെ കൃത്യമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നാം കേൾക്കുകയായിരുന്നു. ആ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ശരിയായ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരിക്കണം. അതിന് പിന്നിൽ വലിയ അധ്വാനവുമുണ്ട്. ആ വലിയ അധ്വാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശാന്തമായി പരിശോധിക്കുവാനാണ് തുടർന്നുള്ള സമയം നമ്മൾ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുന്നത്. ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എപ്രകാരം ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും പ്രതിസന്ധിയും പ്രയാസങ്ങളും ഈ കാലഘട്ടങ്ങളിൽ എന്ന പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എപ്രകാരം ഒരു വിശ്വാസി ആയിരിക്കണം എന്നുള്ളത് ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന് ചിന്തിക്കുന്നു. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു. അതിൻ്റെ 24-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: അന്നു രാത്രി യഹോവ ഇസ്ഹാക്കിന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അബ്രഹാമിൻ്റെ ജീവിതവും ഇസ്ഹാക്കിൻ്റെ ജീവിതവും എൻ്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും വളരെ പരിചിതമായ ഒരു കാര്യമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അനുസരണമുള്ള ജീവിതം, അത് കണ്ട് ജീവിതത്തിൽ പകർത്തിയ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നാം വായിക്കുന്നത്. ഇസ്ഹാക്ക് ജീവിച്ചിരുന്ന സ്ഥലം, അതിന് തൊട്ട് മുമ്പത്തെ അധ്യായം 25-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇസ്ഹാക്ക് താമസിച്ചിരുന്നത് ബെർലഹി-യോയിക്കെതിരെ. അവിടെ ഒരു കിണറുണ്ട്, അവിടെയാണ് ഇസ്ഹാക്ക് ജീവിച്ചിരുന്നത്. ബെർലഹി-രോയി എന്ന് പറയുന്ന ആ കിണറിനെ കുറിച്ച് ദൈവവചനം പറയുന്നു, നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ അത് ദൈവികമായ സാന്നിധ്യം ഇറങ്ങിയ ഒരു കിണറാണ്. നമുക്കറിയാവുന്ന പോലെ ഹാഗർ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, ഹാഗർ ഇസ്മായിലിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് വീട് വിട്ട് ഓടിപ്പോകുമ്പോൾ യഹോവയുടെ ദൂതൻ ഇറങ്ങിച്ചെന്ന് ഹാഗറിനോട് സംസാരിച്ച ഒരു സ്ഥലമാണ് ആ ബെർലഹി-രോയി. അവിടെ വെച്ച് ദൂതനോട് അവൾ പറയുന്ന ഒരു വാക്കുണ്ട് 16-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്: അതുകൊണ്ട് ആ കിണറിനെ ബെർലഹി-രോയി എന്ന് പേരായി. യഹോവ തന്നോട് അരുളി ചെയ്തുകൊണ്ട്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് ആ സ്ഥലത്തിനെ പേർ വിളിച്ചു. ഞാനിതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയാൻ കാരണം, ഇസ്ഹാക്ക് ജീവിക്കുന്ന സ്ഥലം, ഇസ്ഹാക്ക് താമസിക്കുന്ന സ്ഥലം ദൈവികമായ ദർശനവും ദൈവികമായ ശബ്ദവും ഉണ്ടായ ഇടമായിരുന്നു. ദൈവമക്കളെ, നാം ദേശത്ത് വസിക്കുന്ന സമയത്ത് നാം ആയിരിക്കുന്ന സ്ഥാനം ദൈവികമായ ദർശനവും ദൈവികമായ ശബ്ദവുമുള്ള സ്ഥലത്താണ് നാം താമസിക്കുന്നതെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അവിടെ ദൈവികമായ ഒരു ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ തന്നെ ശാന്തമായി ഈ സമയത്ത് പരിശോധിക്കണം. ഞാൻ താമസിക്കുന്ന ഇടം ദൈവികമായ സന്ദർശനമുള്ള ഇടമാണോ? ദൈവത്തിൻ്റെ ശബ്ദം എനിക്കവിടെ താമസിച്ചുകൊണ്ട് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഇത് ഞാൻ വായിച്ച ഭാഗം ദൈവം ആദ്യമായി ഇസ്ഹാക്കിനോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമല്ല. 26-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിനോട് ദൈവം ആദ്യം സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞേ,
അവിടെ ഇസ്ഹാക്ക് വലിയ പ്രതിസന്ധിക്കുള്ളിൽ ആയിരിക്കുമ്പോഴാണ് ദൈവികമായ ശബ്ദമുണ്ടാകുന്നത്. ദൈവികമായ ഇടപെടൽ, ദൈവികമായ സാന്നിധ്യമുള്ള സ്ഥലത്താണ് ഇസ്ഹാക്ക് താമസിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ എന്താണുള്ളത്? 26-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത്, അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ ക്ഷാമം പിന്നെയും ആ ദേശത്തുണ്ടായി. ദൈവ സാന്നിധ്യമുണ്ട്, ദൈവികമായ സംസർഗമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ലോകപരമായി നാം നോക്കുകയാണെങ്കിൽ ആ ദേശത്ത് പിന്നെയും ക്ഷാമമുണ്ടായി. പലപ്പോഴൊക്കെ നമ്മുടെ ചിന്ത, ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെയൊക്കെ ചിന്ത ഇങ്ങനെയാണ്: നാം ദൈവസന്നിധിയിലായിരിക്കുന്നു, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ട്, ഇനി മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഇവിടെ പറയുന്നു, അബ്രഹാമിൻ്റെ കാലത്ത് ഉണ്ടായ പോലെ ഒരു വലിയ ക്ഷാമം അവിടെ ഉണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്ഷാമവും പ്രതിസന്ധിയും പ്രയാസങ്ങളൊന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ അവിടെ അടുത്ത വാക്യം എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിന്തയാണ്: ആ സമയത്ത് യഹോവ അവന് പ്രത്യക്ഷനായി. ക്ഷാമമുണ്ടാകുന്ന സമയത്ത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷനാകുന്നൊരു ദൈവമുണ്ട്. നമുക്ക് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളാണ്. പ്രതിസന്ധി വരുന്ന സമയത്ത് ദൈവികമായ സന്ദർശനമുണ്ടാകും. പ്രതിസന്ധി വരുന്ന സമയത്ത് മനം കലങ്ങുമ്പോൾ, ഇനി എന്ത് ആകുലചിത്തരായി നാം മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ദൈവികമായ ഒരു അരുളപ്പാടുണ്ടാകും. പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ നാം നമ്മുടെ ബുദ്ധി അനുസരിച്ചുകൊണ്ട്, നമ്മുടെ യുക്തി അനുസരിച്ചുകൊണ്ട്, നമ്മുടെ കൂട്ടുകാർ പറയുന്നത് പോലെ, നമ്മുടെ സമീപവാസികൾ ചെയ്യുന്നത് പോലെ, ലോകക്കാർ ചെയ്യുന്നത് പോലെ എന്തൊക്കെ ചെയ്യുവാൻ നമുക്ക് തോന്നും. അതാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഇസ്ഹാക്കിനൊരു തോന്നലുണ്ടായിരുന്നു, സമ്പന്നതയുടെ പ്രദേശമായ മിസ്രൈമിലേക്കൊന്ന് പോകാൻ അവൻ ആഗ്രഹിച്ചു. അവിടെ ദൈവം അവനോട് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ചിന്ത ലോകചിന്തയെ പോലെ തന്നെ സമൃദ്ധിയുടെ പ്രദേശങ്ങളിലേക്ക് ചേക്കേറുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോക സംഭവങ്ങളും നമുക്ക് സമീപ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് വ്യക്തികളെല്ലാം ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി സമ്പന്നതയിലേക്ക്, കുറച്ചും കൂടി മെച്ചപ്പെട്ട, കുറച്ചും കൂടി നല്ല രാജ്യങ്ങളിലേക്ക് ചേക്കേറി പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുന്ന സമയത്ത് ദൈവമകന് കേൾക്കുന്ന ഒരു ദർശനം അല്ലെങ്കിൽ ഒരു കേൾവി എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർത്ത് വിശ്വസ്തനായിരിക്കാം. ഈ പ്രതിസന്ധിക്കുള്ളിലും നിന്നെ പോറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പ്രതിസന്ധിക്കുള്ളിലും കഴിഞ്ഞ കാലങ്ങളിൽ പോറ്റിയ ദൈവത്തിന് നമ്മെ പോറ്റുവാൻ കഴിയും. ഈ ഒരു ഇടപെടൽ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഇസ്ഹാക്ക് ആ ദൈവ ശബ്ദത്തെ പൂർണ്ണമായി അനുസരിച്ചതായി നാം കാണുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ആ ചിന്തകൾ എന്താണ്? പ്രതിസന്ധിയും പ്രയാസം വരുമ്പോൾ അതിനെ വിട്ട് ഓടിപ്പോകാനുള്ള ആഗ്രഹമാണോ? അതോ ദൈവശബ്ദത്തിനായി കാതോർക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നാം ദൈവിക സാന്നിധ്യത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, നാം ദൈവികമായ ഗൃഹത്തിലാണ് വസിക്കുന്നതെങ്കിൽ, നാം ദൈവം ഇടപെട്ട, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇടപെട്ട അതേ അനുഭവത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവികമായ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിക്കുന്നത് കേൾക്കുവാൻ കഴിയും. അതിനെ പൂർണ്ണമായി നാം അനുസരിക്കുന്നുവെങ്കിൽ ആ വാക്തത്വം നമുക്ക് വായിക്കാം. ഈ ദേശത്ത്, 3-ാമത്തെ വാക്യമാണ്, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കാം, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരാം, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കാം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ പ്രതികരണം? ദൈവ ശബ്ദത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മോടുള്ള പ്രതികരണമാണ്. നാം നേരത്തെ കേട്ടതുപോലെ
ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ് ഇസഹാക്കിനെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, ഞാൻ നിന്റെ പിതാവിന് കൊടുത്ത വാഗ്ദത്തം നിവർത്തിക്കാം. പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഈ ലോകത്തോടൊക്കെയും പോയി സകല സൃഷ്ടിയോടും സാക്ഷിയാകാം. ഒരു ദർശനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രവൃത്തിയുണ്ട്. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസാക്ക് അവിടെ വെറുതെ മടി പിടിച്ചിരിക്കുകയല്ല. 12ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ദൈവമക്കളെ, ദേശത്ത് വചനം വിതയ്ക്കുവാൻ വലിയ ദൗത്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ദേശത്ത്, നാം ആയിരിക്കുന്ന സ്ഥലത്ത്, നാം ആയിരിക്കുന്ന പ്രദേശത്ത്, നാം വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്ത്, നാം പഠിക്കുന്ന സ്കൂളുകളിൽ വചനം വിതയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം അനുഗ്രഹിക്കും, ദൈവം വാഗ്ദത്തത്തെ നിവർത്തിക്കും. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ വലിയൊരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയ ഷാജു ബ്രദർ ദേശത്ത് വചനം വിതയ്ക്കുവാനായി ഈ ഒരു രീതിയിൽ മിഷനും അതുപോലെയുള്ള ചാനലുകളും ആരംഭിച്ചത്. ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ദേശത്ത് വിതയ്ക്കുവാൻ കഴിയുമോ? അല്ലയോ ഇസഹാക്കെ, ചുറ്റും നിന്ന ആളുകളെല്ലാം ചോദിച്ചു, നീ എന്തിനാ ദേശത്ത് വിതയ്ക്കുന്നത്? മാസങ്ങളോളമായി മഴ പെയ്തിട്ട് ദേശത്ത് വലിയ ക്ഷാമമാണ്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള നെല്ലെടുത്ത്, എന്തോ ആവട്ടെ അവിടുത്തെ വിത്ത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേവിച്ചു കൊടുക്കാനുള്ള വിത്തെടുത്ത് എന്തിനാണ് ഈ കട്ട കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിതറുന്നത്? ദൈവമക്കളെ, വലിയ വാഗ്ദത്തത്തിൽ ഇസഹാക്ക് വിശ്വസിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്. മഴയുടെ ഒരു ലാഞ്ചന പോലുമില്ല. നമുക്കറിയാം കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണമെന്നുള്ളത്. ഇന്നത്തെ പോലെ ആധുനിക സജ്ജീകരണങ്ങൾ അന്നത്തെ കാലത്ത് ഇല്ല എന്ന് നമുക്കറിയാം. എന്ത് വിശ്വാസത്തിലാണ് ഈ കട്ട കെട്ടിയ പാടത്ത് വിതയ്ക്കുന്നത്? എന്ത് ഉണ്ടായിട്ടാണ് വിതയ്ക്കുന്നത്? രണ്ടിനും ഒരു ഉത്തരം, ദൈവികമായ വാഗ്ദത്തത്തിൽ അവൻ വിശ്വസിച്ചു. ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ അത്ര റിസോഴ്സുകളൊന്നും ഇല്ലായിരിക്കാം, നമ്മുടെ കയ്യിൽ വലിയ ധനമോ സജ്ജീകരണങ്ങളോ ഇല്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നാം വിതയ്ക്കുമെങ്കിൽ, ദൈവത്തിന് വേണ്ടി വചനം വിതയ്ക്കുമെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. താഴേക്ക് അങ്ങനെയല്ലേ വായിക്കുന്നത്? ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ദൈവമക്കളെ, ദൈവിക വാക്തത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നാം അധ്വാനിക്കുമെങ്കിൽ വെറുതെ ഇരിക്കുകയല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്നുള്ള വാക്ക് കേട്ടുകൊണ്ട് ഇസാക്ക് വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് ആ വാക്തത്വ നിവൃത്തിക്ക് വേണ്ടി തൻ്റേതായ അധ്വാനം, ആ വിഷൻ്റെ പിന്നിലുള്ള മിഷൻ, ആ വലിയ ദർശനത്തിൻ്റെ പിന്നിലുള്ള ആ വലിയ പ്രവൃത്തി അദ്ദേഹം ചെയ്തു. യഹോവ അവനെ അനുഗ്രഹിച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ മഹാധനവാനായി തീർന്നു. അവനെ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും ദാസീദാസന്മാരും അവർക്ക് വർദ്ധിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ദൈവികമായ പ്രവൃത്തി, ദൈവികമായ പദ്ധതിയുടെ ഭാഗമാകുവാൻ നമ്മുടെ ദൗത്യം നാം പൂർണ്ണമായി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇസാക്കിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി മാറി എന്ന് നാം ചിന്തിക്കരുത്. തൊട്ടടുത്ത വാക്യം പ്രതിസന്ധിയാലാണ് ആരംഭിക്കുന്നത്. അവൻ മഹാധനവാനായി, അവിടെ ക്ഷാമം മാറി എന്ന് നാം വായിച്ചതിന് ശേഷം തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവിടെ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറുകളെ ആ നാട്ടിലുള്ള ആളുകൾ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. ദൈവമക്കളുടെ ജീവിതം പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. പ്രതിസന്ധി ഓരോന്നോരോന്നായി കഴിഞ്ഞു വരും. അവിടെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രതികരണം എന്താണ്? ഇവിടുത്തെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. രണ്ടാമത്തെ ഭാഗം ഇതാണ്:
പിതാക്കന്മാരായി ലഭിച്ചിരിക്കുന്ന തൻ്റെ വലിയ സൗകര്യത്തെ, അല്ലെങ്കിൽ അവർ പറയുന്ന ലൈഫ് ലൈൻ, അവരുടെ ആടുമാടുകൾക്ക് ആവശ്യമായ വെള്ളത്തിനാവശ്യമായ കിണറുകളെ ആ നാട്ടിലുള്ള ആളുകൾ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ കാലഘട്ടങ്ങളിൽ കുഴിച്ചിരുന്ന ചില കിണറുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ആത്മീയ സന്തോഷം അനുഭവിക്കത്തക്ക വിധം നമ്മുടെ കഴിഞ്ഞകാല പിതാക്കന്മാർ ഈ പ്രദേശങ്ങളിൽ കുഴിച്ച ചില കിണറുകളുണ്ട്. അത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കിണറുകളാണ്. ആ കിണറുകൾ ഇന്ന് മണ്ണിട്ട് നികന്നു പോകുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ പിതാക്കന്മാരുടെ പോലെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ? അത് ശത്രു വന്ന് മണ്ണിട്ട് നികത്തിക്കളഞ്ഞോ? ഈ ലോകത്തിൻ്റെ കാഴ്ചകളും നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെതായ കാഴ്ചകൾ, ഈ ലോകത്തിൻ്റെതായ കേൾവികൾ നമ്മുടെ പിതാക്കന്മാർ ആത്മീകമായ ഉറവകൾ കുഴിച്ചതിലേക്ക് അഴുക്ക് വിതറുന്ന അനുഭവത്തിൽ നാം ആയിരിക്കുന്നത് കാണുന്നില്ലേ? നമുക്കൊരു ദൗത്യമുണ്ട്. കഴിഞ്ഞകാല പിതാക്കന്മാർ കുഴിച്ച ആത്മിക കിണറുകൾ ശത്രു മണ്ണിട്ട് നികത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും പുനരുദ്ധരിക്കാൻ, അതിനെ വീണ്ടും കുഴിക്കുവാൻ, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുവാനുള്ള വലിയ ഉത്തരവാദിത്വം അത് നമ്മുടെ മിഷൻ്റെ ഭാഗമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കിണറുകളെ വീണ്ടും കുഴിക്കുവാനുള്ള മനസ്സുണ്ടോ? വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കിണർ തനിയെ ഉണ്ടായി വരികയില്ല. അതിന് വലിയ അധ്വാനം വേണം. വെറുതെ കണ്ണടച്ചിരുന്നു കൊണ്ടോ സുഖലോലുപതയിലിരുന്നു കൊണ്ടോ ആ കിണർ തനിയെ കുഴിഞ്ഞു വരില്ല. മറിച്ച് ശത്രു നികത്തിയ ഈ ആത്മീക ഉറവുകളെ, ശത്രു തീർത്ത് കളഞ്ഞ ഈ ആത്മീക ഉറവുകളെ പുനരുജ്ജീവിപ്പിക്കാൻ വലിയൊരു ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടോ? അതിന് അത്യധ്വാനം വേണം. ശത്രു വെറുതെ ഇരിക്കുകയില്ല. അതിനെ വീണ്ടും വീണ്ടും നികത്തുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഓരോ കിണർ വീണ്ടും ഓൾറെഡി ഉണ്ടായിരുന്നത് നികത്തിയ കിണറുകൾ വീണ്ടും ഇസ്ഹാക്ക് കുഴിച്ചെടുത്തപ്പോൾ വീണ്ടും ശത്രു വന്ന് അതിനെ നികത്തിക്കളയുന്ന അനുഭവങ്ങൾ. ദൈവമക്കളെ, അപ്രകാരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തളർന്നു പോകാതെ, നിന്നു പോകാതെ, അതിനെ നിർത്തിക്കളയാതെ വീണ്ടും വീണ്ടും ആ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരേണ്ട വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അക്ഷീണം, ശണ്ടയിടാതെ, മാറിപ്പോയി താഴേക്ക് വായിക്കുമ്പോൾ അവിടെ അങ്ങനെയാണ് കാണുന്നത്. ഓരോ കിണറുകളും അടച്ചിടുന്ന സമയത്ത് അദ്ദേഹം മാറിപ്പോയി മറ്റൊരു സ്ഥലത്ത് ആ കിണറുകൾ കുഴിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് പരിതപിക്കാം, നമുക്ക് ദൈവത്തോട് പരാതി പറയാം. എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ അത്യധ്വാനം ചെയ്തു, എന്തുകൊണ്ട് ദൈവമേ നീ ഇറങ്ങി വന്നില്ല? ഇസാക്കിന് അനുഭവങ്ങളെ കുറവില്ല. ഇസാക്ക് യാഗപീഠത്തിൽ കിടന്ന സമയത്ത് അവിടെ ഇറങ്ങി വന്ന ദൈവത്തെ കണ്ടവനാണ്. അബ്രഹാമിൻ്റെ ഓരോ പ്രശ്നങ്ങളുള്ളിലും ഇറങ്ങി വരുന്ന ദൈവത്തെ കണ്ട ഇസഹാക്കാണ്. പക്ഷെ ഇസഹാക്ക് പരാതിപ്പെട്ടില്ല. ഇസഹാക്ക് തൻ്റെ മിഷൻ, ഇസഹാക്ക് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഭംഗിയായി ചെയ്തു. ദൈവമക്കളെ, ആശ്വസിപ്പിക്കുന്ന അടുത്ത വാക്യം വായിക്കട്ടെ. 22-ാമത്തെ വാക്യം. അവർ മാറി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹബോത്ത് എന്ന് പേരിട്ടു. ദൈവമക്കളെ, എല്ലാ കാലത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഒരു സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് വിശാലത വരുത്തും. ദൈവം നമുക്ക് വഴി തുറക്കും. ശത്രുവിന് എല്ലാ കാലത്തും വിജയമില്ല. നമുക്കറിയാം, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചവരാണ്. ദൈവം നമുക്ക് ഇടമുണ്ടാക്കും. ദൈവം നമുക്ക് വലിയ നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ദിവസമുണ്ട്.
ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. പ്രതിസന്ധി അവിടെ നമുക്ക് കഴിയുന്നതായിട്ട് കാണുന്നില്ല. അവിടെ പ്രതിസന്ധി അവസാനിക്കുമെന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവിടെ ഒരു വലിയ അനുഗ്രഹമുണ്ടായി. രഹബോത്ത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ താല്പര്യം എന്താണ്? ആ അനുഗ്രഹത്തിൽ, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് അവിടെ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവമകനായ ഇസ്ഹാക്ക് അവിടെ നിന്ന് അവൻ ബെർഷേബയിലേക്ക് യാത്രയായി. ബെർഷേബ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അബ്രഹാമുമായുള്ള ബന്ധത്തിലും ഇസ്ഹാക്കുമായുള്ള ബന്ധത്തിലും ദൈവം അവന് പ്രത്യക്ഷനായ സ്ഥലമാണ്. ഞാൻ ആമുഖമായി വായിച്ച വാക്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരട്ടെ. അവിടെ നിന്ന് അവൻ ബെർഷേബയിലേക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് വീണ്ടും പ്രത്യക്ഷനായി. ദൈവമക്കളെ, എവിടെയാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്? അനുഗ്രഹത്തിൽ മതിമറന്നിരിക്കുമ്പോഴല്ല, ദൈവികമായ ദൗത്യമനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗീയമായ ദർശനമുണ്ടാകുന്നത്. അവിടെ ബെർഷേബയിലല്ല, രഹബോത്തിലല്ല അനുഗ്രഹം, അവിടെ ബെർഷേബയിലാണ്. അവിടെയാണ് ദൈവം അവന് പ്രത്യക്ഷനായത്. വീണ്ടും നാം വായിച്ച വാക്യത്തിലേക്ക് പോവുകയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ദൈവമക്കളെ, ദൈവീകമായ സന്ദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത തലത്തിലേക്ക്, യഹോവയെ ആരാധിക്കുന്ന, യഹോവയെ നമസ്കരിക്കുന്ന, യഹോവയിൽ സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് നടത്തേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ യഹോവയെ ആരാധിക്കുന്ന ഒരു അനുഭവം, നമ്മൾ സൺഡേകളിൽ ആരാധിക്കുന്ന അനുഭവമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആരാധന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. നമ്മെ പൂർണ്ണമായ യാഗപീഠത്തിലേക്ക് കൊണ്ട് കിടത്തുന്നതാണ്, നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന അനുഭവത്തിലേക്ക്. ദൈവമേ, കഴിഞ്ഞകാല അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് പൂർണ്ണമായി ദൈവികമായ സന്നിധിയിൽ നമ്മെ തന്നെ സ്വയം ആരാധനയായി നിലനിർത്തുവാൻ, ആരാധനയായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായി നാം ചിന്തിക്കുക. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ നാം ബൈബിൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇസ്ഹാക്ക് ദൈവത്തിന് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ ഇസ്ഹാക്ക് ദാസന്മാർക്ക് ഒരു കിണറ് കുഴിച്ചു. ഞാൻ അവസാന ഭാഗത്തേക്ക് വരട്ടെ. നമ്മൾ ഇസ്ഹാക്കിൻ്റെ ജീവിതം 26-ാം അധ്യായത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നല്ലോ. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് തന്നെ വേണ്ട, താൻ വിട്ടുപോവുക, നിങ്ങളുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്ന ആ ശത്രുക്കൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവികമായ അനുഗ്രഹത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം അബിമേലെക്കും സ്നേഹിതനായ സേനാപതിയായ ഫീക്കോലും അവൻ്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്കിനോട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതം കണ്ടാണ് മറ്റുള്ളവർ യേശുവിനെ കാണേണ്ടത്. ഇസ്ഹാക്കിൻ്റെ ജീവിതം, ഇസ്ഹാക്കിന് ശണ്ടയിടാമായിരുന്നു, പിതൃസ്വത്താണ് അധിവശമാക്കിയിരുന്നത്. എന്നാൽ ഇസ്ഹാക്ക് താൻ കർത്താവിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്തിൽ വിശ്വസിച്ചു. അവൻ മാറിപ്പോയി. അത് കണ്ടുകൊണ്ട് ഇവിടെ വിശ്വാസികളല്ല വരുന്നത്, ജാതീയ ഫെലിസ്ത്യർ വന്നു പറയുകയാണ്, ഇങ്ങനെയാണ് സാക്ഷ്യം, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു. ഇസ്ഹാക്ക് ജീവിതത്തിൽ പ്രതിസന്ധിക്കുള്ളിൽ വിശ്വാസത്താൽ വിതച്ചത് ഇവർ കണ്ടിരുന്നു. പ്രതിസന്ധിക്കുള്ളിൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് ഇവർ കണ്ടിരുന്നു. പ്രതിസന്ധിക്കുള്ളിൽ ദൈവം അവനെ അനുഗ്രഹിച്ചത് അവർ കണ്ടിരുന്നു. പ്രശ്നങ്ങളും ശണ്ടയും വന്നപ്പോൾ ദൈവമകനായ ഇസ്ഹാക്ക് അവരെ വിട്ട് ശാന്തതയോടെ മാറിപ്പോയത് ഇവർ കണ്ടവരാണ്. ആ അനുഭവത്തിലാണ് പറയുന്നത്, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അവർ കണ്ടത് ഇസ്ഹാക്കിൻ്റെ ജീവിതമായിരുന്നു. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമുക്ക് വലിയ ദൗത്യം നൽകിയിട്ടുണ്ട്.
ദൈവം നമുക്ക് വലിയ വാഗ്ദത്തങ്ങളെ നൽകിയിട്ടുണ്ട്. അത് നമ്മളെ അലസരാക്കാനുള്ളതല്ല, മറിച്ച് അധ്വാനിക്കുവാനുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തമാണ്. പക്ഷേ നമ്മുടെ അധ്വാനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അത് മാത്രമാണ് ലോകം കാണുക. ഒരുപക്ഷെ നമുക്ക് സുഖകരമായ സാഹചര്യങ്ങൾ കർത്താവിനെ സാക്ഷിക്കുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ പ്രതിസന്ധിക്കുള്ളിൽ, പ്രയാസങ്ങൾക്കുള്ളിൽ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ കർത്താവിനെ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ ജാതികളായ എല്ലാവരും പറയും, നിൻ്റെ ദൈവത്തെ ഞങ്ങൾ സ്പഷ്ടമായി നിൻ്റെ ജീവിതത്തിലൂടെ കണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ വലിയ ദൗത്യം. ആ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ, ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവികമായ ആ വലിയ നന്മകൾ ഉള്ളത് ദൈവത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തരിക തന്നെ ചെയ്യും. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അപ്രകാരമായിരിക്കാൻ, അപ്രകാരമുള്ള ഒരു നല്ല സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കേൾക്കുന്ന ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.